ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംഭാഷണത്തിലേക്ക്. ഇതെല്ലാം കേരള സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ടെൻഡർ നടപടി പൂർത്തിയാക്കിയാൽ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് 2018 സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. രേഖകൾ വെബ്സൈറ്റിൽ വരുന്നത് എപ്പോഴാണ്? ഞാനും പ്രതിപക്ഷ നേതാവും ഇത് സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങൾ, അതും മന്ത്രി പറഞ്ഞ ശേഷമാണ് ഈ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. എന്നിട്ടാണ് സെക്രട്ടറി പറയുന്നത് കെൽട്രോൺ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോയത് എന്ന്. ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കള്ള റിപ്പോർട്ടുകൾ കൊണ്ടൊന്നും സർക്കാരിന്റെ തീവെട്ടിക്കൊള്ള മറച്ചുവെക്കാൻ സാധ്യമല്ല. കെൽട്രോണിന്റെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചകൾ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടക്കത്തിൽ തന്നെ ഉന്നതരുടെ സമ്മർദ്ദം മൂലം യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത തട്ടിക്കൂട്ട് കമ്പനികളെ ഉൾപ്പെടുത്തി ബോധപൂർവം സ്വന്തക്കാരുടെ കൈകളിൽ പദ്ധതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ടെൻഡർ വിളിക്കുകയും ടെൻഡർ അംഗീകരിക്കുകയും സബ് കോൺട്രാക്ട് വഴി തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഇത് നൽകുകയും ചെയ്തതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ ക്യാബിനറ്റ് നോട്ടിൽ പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ പദ്ധതി അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ 68 കോടിക്ക് തീരേണ്ട പദ്ധതി, 68 കോടി എന്ന് ഞാൻ പറയാൻ കാരണം ഇതുമായി സബ് കോൺട്രാക്ട് എടുത്ത ആളുകളുടെ പർച്ചേസ് ഓർഡറിൽ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് 68 കോടിക്ക് തീരേണ്ട പദ്ധതി എന്ന് ഞാൻ പറയാൻ കാരണം. 68 കോടി രൂപയ്ക്ക് തീരേണ്ട പദ്ധതി 182 കോടിയാക്കുകയും അവിടുന്ന് പിന്നീട് 232 കോടിയാക്കുകയും ചെയ്തതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ കള്ളക്കളി എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ നിയമലംഘനത്തിന്റെ പേരിൽ പിഴ പിരിച്ച് ഏതാനും സ്വകാര്യ കമ്പനികൾക്ക് തടിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. പ്രസാദിയോ കമ്പനി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കമ്പനിയാണ്. ആ കമ്പനിയെ വളർത്തിയതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ കരങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാതിരിക്കുന്നത്. ഇവിടെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഴിമതി ആസൂത്രണം ചെയ്തു എന്നതാണ് ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മുഴുവൻ പരിശോധിച്ചാൽ, രേഖകൾ പരിശോധിച്ചാൽ